സ്റ്റീം ചെയ്തെടുത്ത ഫുഡ് പ്രോഡക്ട്സ് എപ്പോഴും നമ്മുടെ ഹെൽത്തിന് ഭയങ്കര നല്ലതാ അല്ലേ? അപ്പൊ അതിന് പറ്റിയ ഒരു ഓപ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. കിഡിലൻ ഒരു ബിസിനസ് ഐഡിയ ആണ്. ഞാൻ നോക്ക്, ഇടിയപ്പം മെഷീൻ മേക്കിംഗ്. എത്രയാണ് റേറ്റ് പറഞ്ഞത്? ഇത് നമുക്ക് 3.4 റേറ്റ് വരുന്നത്. ഇതിൽ മണിക്കൂറിൽ 1000 എണ്ണം ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് 6 പ്ലേറ്റ് വരുന്നതാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് വരിക. നമ്മൾ മാനുവലായിട്ട് കൈ കൊണ്ട് എടുത്ത് മാറ്റി കൊടുക്കുകയാണ് വരുന്നത്. ഇത് തന്നെ നമുക്ക് ഇതിന്റെ ചെറുതാണെങ്കിൽ 1.60 വരുന്നുണ്ട്. അന്നേരം കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ നമുക്ക് ഇത് 6 പ്ലേറ്റ് ഒരുമിച്ച് വരുന്നതാണ്. മറ്റേതാണെങ്കിൽ സിംഗിൾ പ്ലേറ്റ് വരുന്നുള്ളതുണ്ട്. ഓരോരുത്തരുടെ പർപ്പസിനനുസരിച്ച് നമുക്ക് കൂടുതലും കുറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇത് ഫുഡ് ഗ്രേഡ് നൈലോണാണ് വരുന്നത്. ഒരു 200 ഡിഗ്രി വരെ ചൂട് മുറിയിനകത്താണ്. നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് വരുന്നത്. ഇത് നമുക്കൊരു 50,000 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞ മോഡൽ വരുന്നുണ്ട്. പിന്നെ അത് തന്നെ ഇത് സിംഗിൾ പ്ലേറ്റ് വരുന്നുണ്ട്. ഇത് 6 പ്ലേറ്റിലാണ്. ഇതാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് വരുന്നത്. 1000 എണ്ണം മണിക്കൂറിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ നമുക്ക് 50,000 രൂപ തൊട്ടിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റും. വെറും 50,000 രൂപ മതി കേട്ടോ. പക്ഷെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് മണിക്കൂറിൽ 1200 വടാസ് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന വട മേക്കിംഗ് മെഷീനാണിത്. നേരെ ഇവിടെ ഡോ ഇട്ട് കൊടുക്കുക, ഇതുവഴി വരിക, ഇവിടെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക, ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എത്ര രൂപ തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ് പറഞ്ഞത്? 1.25 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന്റെ ഈ മെഷീൻ കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതിന് നമ്മൾ ഈ പാനൊക്കെയാണ്, പാൻ 20 ഇഞ്ച്, 24 ഇഞ്ച്, 30 ഇഞ്ച്, 6 ഇഞ്ച് വരെ വരുന്നുണ്ട്. നമ്മൾ മൊത്തം ഒരു സെറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. മെഷീൻ ഉണ്ടാവും, ഈ പാൻ ഉണ്ടാവും, സ്റ്റൗ ഉണ്ടാവും, കംപ്രസർ ഉണ്ടാവും. ഒരു ചെറിയ ഒരു സംരംഭം തുടങ്ങേണ്ട ആൾക്ക് എത്ര രൂപ തൊട്ടിട്ട് നമുക്ക് ഈ ഒരു സാധനം ചെയ്ത് കൊടുക്കാം? നമുക്ക് 1.25 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ പാനാണ് നമ്മൾ വ്യത്യാസം വരുന്നത്. മെഷീൻ എല്ലാത്തിനും സെയിം തന്നെയാണ്. മെഷീന്റെ കപ്പാസിറ്റി സെയിം ആണ്. പാനുള്ളതിനനുസരിച്ചുള്ളതാണ് വ്യത്യാസം വരുന്നത്. നിങ്ങൾ തന്നെ ഫിനാൻസ് ഒക്കെ ചെയ്ത് കൊടുക്കും? അതിന്റെ സൗകര്യങ്ങളൊക്കെ വ്യവസായവുമായിട്ട് സഹകരിച്ചുകൊണ്ടുള്ള ഇതൊക്കെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. PMEGP, PMFP സ്കീമുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ചെറുകിട വ്യവസായമായിട്ട് തുടങ്ങാൻ പറ്റുന്ന 2 ഓപ്ഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഒന്ന് നമ്മുടെ വട മേക്കിംഗ് മെഷീനും ഒന്ന് നമ്മുടെ ഇടിയപ്പം മേക്കിംഗ് മെഷീനും കേട്ടോ. അപ്പൊ ഡു ചെക്ക് ഔട്ട്.